വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ അത് എങ്ങനെയാണോ എന്തോ ആവോ അറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിന്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇടാം. നമുക്കിതിൽ മിനിമൽ മസാല മതി കേട്ടോ ഈ കട്ട്ലൈറ്റിൽ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മാഷ് ചെയ്ത പൊട്ടറ്റോ പിന്നെ ക്യാരറ്റ് കൂടിയിട്ട് വേവിച്ച് മാഷ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മസാല ഇടുക. പിന്നെ ഒരിത്തിരി കായം പൊടിയില്ലേ, അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുക. ഇതാ നമ്മളുടെ മസാല നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡ് ക്രംസ് ഇല്ലേ, അത് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക, നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് അത് നമ്മൾ കട്ട്ലേറ്റിന് എങ്ങനെയാണോ പരത്തുക അതുപോലെ പരത്തി എഗ്ഗ്, മുട്ട, കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ മുട്ടയുടെ അതിൽ നമ്മൾ ഈ കട്ട്ലേറ്റിൻ്റെ ഈ സംഭവം, ഈ മസാല അതിലേക്ക് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്ത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ കട്ട്ലേറ്റ് അപ്പം റെഡി. നമ്മുടെ മസാല മുട്ടയിലും മുക്കി ബ്രെഡ് ക്രംസിലും മുക്കി നമ്മൾ നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ഇട്ട് നമ്മൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ക്രിസ്പി കട്ട്ലേറ്റ്, അടിപൊളി. അപ്പോൾ നമുക്ക് ഇന്നത്തെ കട്ട്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന്. ആനി ചേച്ചി നമ്മുടെ നെയ്ബറാണ്. ആനി ചേച്ചിയുടെ അടുത്തേക്ക് അത് പോയാലോ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കിയ കട്ട്ലേറ്റ് കഴിക്കണം കേട്ടോ. നിങ്ങൾക്കും കൂടി വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വന്നോ. ഞാൻ അത് ടേസ്റ്റ് ചെയ്യണം.
ഇങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ആ സൂപ്പർ സൂപ്പർ. എന്നാലും നീ ഉണ്ടാക്കുന്ന ബിരിയാണി ആയാലും ഇന്നലത്തെ അച്ചാറായാലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അമ്മോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറായി. അമ്മ കൂടെ കഴിച്ചോക്കുമ്പോ കഴിച്ചോക്ക്. നല്ല ക്രിസ്പി ആയിട്ടല്ലേ? ആ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അമ്മോ. താങ്ക് യു. നന്നായില്ലമ്മ. അടിപൊളിയുണ്ടല്ലേ? സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ? ആ അപ്പോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വെച്ചാ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. ബൈ.